ഹായ് ഓൾ, ഞാനിപ്പോൾ ഉള്ളത് ടി ഡി മെഡിക്കൽ കോളേജിലാണ്. ടി ഡി മെഡിക്കൽ കോളേജിൻ്റെ അതിവിശാലമായ ഒരു ക്യാമ്പസിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെ ഉള്ളത് നാഫിയ ടി ഡി മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഓൾസോ നാഫിയ നമ്മുടെ ഇസൈലത്തിലെ ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നാഫിയ വെൽക്കം. നാഫിയ, എങ്ങനെയുണ്ട് ഒരു 5 മന്തിലെ ഒരു ജേണി ഇപ്പം നിലവിൽ എങ്ങനെ പോകുന്നു? ക്യാമ്പസ് അടിപൊളിയാണ്, MBBS ലൈഫ് അടിപൊളിയാണ് എന്നൊരു സർക്കാസം വെച്ച് പറയുന്നതുകൊണ്ട്, പക്ഷെ അല്ലേ? അല്ല, ഓക്കെയാണ്. അപ്പം സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ബയോകെമിസ്ട്രിയും ഫിസിയോളജിയും അനാട്ടമിയും ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ റെഡി ആയിരുന്നു. അപ്പോൾ ഒരു ഡോക്ടറാകാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് ആദ്യം എക്സൈറ്റോടെ ചോദിക്കണമെന്നൊരു ചോദ്യം ഡിസെക്ഷൻ ഹാളിലെ എക്സ്പീരിയൻസ് ആണ്. അതായത് ഫസ്റ്റ് ടൈം നിങ്ങൾ റെസ്പെക്റ്റോടെ കടാവറിനെ കാണുന്നു, കടാവറിൽ ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഇത് തരുന്നു, പിന്നെ നിങ്ങൾ അതിൽ സംഭവം ഇതൊക്കെ ചെയ്തു തുടങ്ങുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു? നല്ല ടെൻഷൻ ആയിരുന്നു. ആദ്യം കയറുമ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെയായിരിക്കും. ആദ്യം തന്നെ നമ്മൾ MBBS ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഡിസെക്ഷൻ ഹാള് അതൊക്കെയാണ് മൈൻഡിൽ വരുന്നത്. നല്ല രസമാണ് ചെയ്യാൻ. അതെ, ഇൻട്രസ്റ്റിംഗ് ആണ്. പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഏതാണ് ഇപ്പൊ നിലവിൽ പോകുന്ന സബ്ജക്ട്സിൽ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ടോ? അനാട്ടമി ഇഷ്ടമാണ്. ഓക്കെ. അപ്പം നാഫിയ നമ്മുടെ ഓഫ്ലൈൻ ഹൈബ്രിഡ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓഫ്ലൈനിലെ ആ ഒരു സ്കീം അല്ലെങ്കിൽ ആ ഒരു രീതി? ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഓൺലൈനിൽ പഠിച്ചു, പിന്നെ നിങ്ങൾ ഓഫ്ലൈനിൽ വന്ന് എക്സാം എഴുതുന്നു. അപ്പൊ ആ ഒരു രീതി കംഫർട്ടബിൾ ആയിരുന്നു? കംഫർട്ടബിൾ നല്ലതായിരുന്നു. കാരണം നമ്മള് ലീവ് ആവുമ്പോൾ നമ്മൾ ഇരുന്ന് വീഡിയോ കാണുന്നു, പിന്നെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. പിറ്റേന്ന് ക്ലാസ്സിൽ വരുമ്പോൾ പിന്നെ അത് പറയുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഡെയിലി എക്സാംസ് എഴുതുമായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു നമ്മൾ നീറ്റ് പഠിക്കുന്ന സമയത്ത് ഈ ഡെയിലി എക്സാംസ് എത്രത്തോളം നാഫിയയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ഡെയിലി എക്സാംസിൽ എല്ലാവരും പറയാം എനിക്ക് ഞാൻ ഇപ്പൊ തൽക്കാലം കുറച്ച് മാറ്റി വെക്കാം, എന്നിട്ട് അവസാനം എക്സാംസ് എഴുതി പോവാം. ആ ഒരു സ്ട്രാറ്റജിയോട് ശരിക്കും എന്താണ് പറയാനുള്ളത്? ശരിക്കും അതിൽ നല്ലത് ഡെയിലി എക്സാം എഴുതി നമ്മൾ എക്സാമുമായിട്ട് ഭയങ്കര പേടി വരുമല്ലോ നമുക്ക് മാർക്ക് പറയുമ്പോൾ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ വന്നായിരുന്നു, പിന്നെ മനസ്സിലായി നമ്മൾ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എക്സാം എത്രത്തോളം എഴുതുന്നോ അത്ര എഴുതുന്ന നല്ലത്. അപ്പൊ നമ്മളിപ്പം ഒരു ഏകദേശം ഒരു വർഷത്തോളം നിൽക്കുന്ന ഒരു ജേണിയാണല്ലോ. അപ്പം ഏത് പോയിന്റിലാണ് എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഞാനിത് എങ്ങനെയാണെങ്കിലും വർക്ക് ചെയ്ത് നേടിയെടുക്കും എന്ന് ഏത് പോയിന്റിലാണ് കുറെ കൂടെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്? സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലാണ്ട് റിവിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ തോന്നിയിരുന്നു എന്നെ കൊണ്ട് പറ്റും, കുറച്ചും കൂടെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പം ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സൈലത്തിന്റെ DPPയും അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലാണല്ലോ പോകുന്നത്. അപ്പം സൈലം ക്രിയേറ്റ് ചെയ്ത ഷെഡ്യൂളിൽ തന്നെ ആയിരുന്നോ പഠിച്ചത്? സൈലത്തിന്റെ DPP മാത്രം ശരിക്കും ഫോളോ ചെയ്ത്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചെയ്തു. അതായത് ഒരു മോക്ക് എക്സാം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ടൈം വെച്ചിട്ട് ചെയ്ത എക്സാം ആണ്. അപ്പം എന്തായാലും ഇപ്പൊ നമ്മള് പഠിച്ചു വരുന്നവരാണ്. അപ്പൊ എന്തായാലും ഒരു ലോവർ സ്കോറിൽ നിന്നൊക്കെ ആയിരിക്കും കയറിയിട്ടുണ്ടാവുക. നാഫിയുടെ ഇപ്പം കറന്റ് നീറ്റ് സ്കോർ എത്രയായിരുന്നു? 677 ആണ്. ഏതായിരുന്നു ഏറ്റവും ലോവസ്റ്റ് സ്കോർ വന്നിട്ടുണ്ടോ? 500 വരെ പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്തത്? എനിക്ക് ഇനി പറ്റുമോ എന്നുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് എങ്ങനെ എത്തിയത്? കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്യുക, അപ്പൊ തന്നെ നമുക്ക് കൂടുതലും തിയറി കിട്ടും. അതൊക്കെ തന്നെയായിരുന്നു പഠിച്ചെടുക്കാം. ഇപ്പം നമുക്ക് നമ്മൾ റെഗുലർ ക്ലാസ്സസ് കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പെൻഡിങ് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി റിവിഷനിലേക്ക് കടക്കുന്ന സമയമാണ്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 3 മാസം സമയമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പെൻഡിങ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്യുക? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും, പിന്നെ അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിന്റെ തിയറി പോയിട്ട് വായിക്കും, എന്നിട്ട് പിന്നെ അത് ചെയ്യും. അങ്ങനെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പോകുന്നു. അതായിരുന്നു മെയിൻലി ഫിസിക്സിന്റെ സ്ട്രാറ്റജി. ഫിസിക്സ് അങ്ങനെയാണ്. കെമിസ്ട്രി അപ്പൊ എന്താ ചെയ്തത്? കെമിസ്ട്രി NCERT വായിക്കുക. റിയാക്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് പിന്നെ ഓർത്തെടുക്കണമല്ലോ. അത് നമ്മൾ ഷോർട്ട് നോട്ട് ആക്കി എഴുതി വെക്കുക. റിയാക്ഷൻസ്, ഇക്വേഷൻസ് ഒക്കെ മൈൻഡ് മാപ്പ് പോലെ എഴുതി ഉണ്ടാക്കി. ഓക്കെ. എന്നിട്ട് അത് വെച്ചിട്ട് റിവൈസ് ചെയ്തു. പിന്നെ ഇപ്പൊ മെയിൻലി ഉള്ളത് NCERT-യിലേക്ക് പോവാണ്. അപ്പൊ NCERT-യിൽ ഫിസിക്സിൽ NCERT-യിൽ എത്രത്തോളം അങ്ങനെ ഇൻപുട്സ് കൊടുത്തിട്ടുണ്ട്? ഫിസിക്സിൽ NCERT-യിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് പിന്നെ ബയോളജിയാണ് കൂടുതൽ NCERT-യിൽ ഫോക്കസ് ചെയ്തത്. അത് വായിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ കെമിസ്ട്രിയിൽ ഇൻഓർഗാനിക്, ഓർഗാനിക് ഫുള്ള് NCERT. ഓക്കെ. അപ്പൊ പരീക്ഷ കഴിഞ്ഞ ഒരു സമയത്തൊക്കെ കോൺഫിഡന്റ് ആയിരുന്നു? എനിക്ക് ആൻസർ കീ ഒക്കെ ചെയ്തപ്പോ സന്തോഷമായിരുന്നു. ഓക്കെ. ഞാൻ അവസാനം TD മെഡിക്കൽ കോളേജിൽ എത്തി. ഹൗ ആർ യു ഫീലിംഗ് നൗ? ഹാപ്പി. ഓക്കെ. അപ്പം ഇനി 2025 നീറ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ്. ഈ സ്ട്രാറ്റജി തന്നെയാണ് അവർക്കും ചിലപ്പം ഫോളോ ചെയ്യാനുണ്ടാവുക. എന്നാലും അവരോട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ അവരോട് എന്താണ് മെയിൻലി പറയാനുള്ളത്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും റിവൈസ് ചെയ്യുക, സമയം വെച്ചിട്ട് പഠിക്കുക. ഇതൊക്കെ തന്നെ. ഓൾ ദി ബെസ്റ്റ്.